ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. സർ, ഞാനും ഈ ഒരു സെയിം സിറ്റുവേഷനിലുള്ള ആളാണ്. ജോബിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ മുന്നിലുള്ള ഒരു ടെൻഷൻ എന്ന് വെച്ചാല്, എനിക്ക് ചെറിയൊരു ബേബി ഉണ്ട്. 11 month old ആണ്. അപ്പോ ഇന്റർവ്യൂ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. അപ്പോ എനിക്ക് ഈ ബേബി വെച്ചിട്ട് അത് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. 2 കുട്ടികൾ വേറെ ഉണ്ട്. അവര് പിന്നെ സ്കൂൾ പോകുന്നുണ്ട്. അപ്പോ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരികയാണ്. ഞാൻ കുറെ ആയിട്ട് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യാണ്. അപ്പോ ഈ കുട്ടീന്റെ ഒരു പ്രശ്നം കാരണം ആകെ കൺഫ്യൂസ്ഡ് ആണ് മൈൻഡ്. ഓക്കെ, ആൻസർ ഞാൻ പറഞ്ഞിട്ടെ. ഓക്കെ, ഒന്ന് നിങ്ങൾ ഈ വീഡിയോ വീണ്ടും വാച്ച് ചെയ്യുമ്പോൾ ഇതിൽ ഒരു വാക്ക് നിങ്ങൾ 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഏതാ വാക്കെന്ന് അറിയോ? കൺഫ്യൂഷൻ. അതൊന്നുമില്ല, നിങ്ങൾ ട്രൈ എന്ന് പറഞ്ഞു. ഞാൻ ജോബിന് വേണ്ടി ട്രൈ എന്ന് വെച്ചാൽ നിങ്ങൾ മാനസികം നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഒരു വ്യക്തി ട്രൈ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരിക്കും പ്രാക്ടിക്കലായിട്ട് ആ വ്യക്തി ചെയ്തിട്ടില്ല. മനസ്സിൽ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ പേപ്പേഴ്സോ ഫോർവേഡ് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്പർ 1. നമ്പർ 2, നിങ്ങൾ ആലോചിക്കേണ്ടത് വളരെ സിമ്പിളാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഓക്കെ, നിങ്ങൾക്ക് വേറെ ഇൻകം ഉണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് വേറെ ഇൻകം ഉണ്ടോ? ഹസ്ബൻഡിനുണ്ട്. ഞങ്ങളിപ്പോൾ അബ്രോഡാണ്. ഓക്കെ, ഹസ്ബൻഡിനുണ്ട്. അപ്പം അതേ നിങ്ങൾ സർവൈവ് ചെയ്ത് പോകുന്നുണ്ടോ? യെസ് ആണോ? ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങനെ സേവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. സേവിങ് വേറെയാണ്. സേവിങ് ഇറ്റ്സ് ഡിഫറെൻറ്റ് സ്റ്റോറി. ഇപ്പം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എല്ലാവർക്കും സർവൈവ് ചെയ്യാനുള്ള സാലറി കിട്ടുന്നുണ്ടോ ഹസ്ബൻഡിന്? ഇപ്പോഴുണ്ട്. അപ്പം നമ്മൾ ചോദിക്കേണ്ടത് വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടിയാണോ വലുത് അല്ലെങ്കിൽ ജോബാണോ വലുത്? കുട്ടീൻ്റെ ഈ ഒരു സമയത്തുള്ള ഇതുണ്ടല്ലോ, ദാറ്റ് മീൻസ് ഈ ഒരു പീരിയഡ് ഓഫ് ഡെവലപ്മെൻറ്റ് ഗ്രോത്ത് ഉണ്ടല്ലോ, അതാണ് വലുത്. ആ കുട്ടിക്ക് നിങ്ങളുടെ അറ്റാച്ച്മെൻറ്റും ആ ഒരു വാംത്താണോ വലുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയും അതിൻ്റെ ഇൻകമാണോ വലുത്? വിച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ യു? എനിക്ക് 2ഉം വേണം എന്നുള്ള ഒരു കണ്ടീഷനാണ്. കാരണം ആദ്യത്തെ 2 കുട്ടികൾ ഉണ്ടായപ്പോഴും അവരൊന്ന് സ്കൂൾ പോയി തുടങ്ങിയിട്ടാവാം എന്നുള്ള ആ ഒരു വെയിറ്റ് ചെയ്ത് നിന്നായിരുന്നു. അങ്ങനെയാണ്. പിന്നെ 3rd കുട്ടി വന്ന സമയത്ത് പിന്നെ നമ്മൾ ഈ ജോലി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് 3ാമത്തെ കുട്ടിയായത്. അപ്പോ 2ഉം വേണം എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. 2ഉം വേണം. ഇപ്പം ഈ കുട്ടീനെ വിട്ടിട്ട് നിങ്ങൾ ജോബിന് പോകുമ്പോൾ ആരെ ഈ കുട്ടീനെ നോക്കുക? അപ്പോൾ ഞാൻ മെയ്ഡിനെ വെക്കാന്നുള്ളൊരു ഉദ്ദേശത്തിലാണുള്ളത്. ഓക്കെ, അപ്പോൾ മെയ്ഡിന് ഏകദേശം എത്ര സാലറി കൊടുക്കേണ്ടി വരും? അതൊരു 1000 റിയാൽ. ഖത്തർ റിയാലാണോ? ഖത്തർ റിയാൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര സാലറി കിട്ടണം? ആ ഒരു ജോബിന് ഇപ്പോ 7000 ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഓക്കെ, 7000. ദാറ്റ്സ് എ ഗുഡ് വൺ. എത്ര മണിക്കൂർ വർക്ക് ചെയ്യേണ്ടി വരും? 8 hours. 8 hours. That means from morning, what time? Morning 7 to 3. 7 to 3 o'clock. അതുവരെ ആ കുട്ടീനെ മെയ്ഡിൻ്റെ അടുത്ത് വിട്ടു പോകണം നിങ്ങൾക്ക് വിഷമമുണ്ടോ? വിഷമമില്ല, ഒരു നല്ല കാര്യത്തിനാണെന്നുള്ളത് കൊണ്ട്. ഓക്കെ, വിഷമമില്ലെങ്കിൽ നിങ്ങൾ പോയിക്കോളും. അപ്പം പിന്നെ ആ കുട്ടിനെ പറ്റി ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞു വിഷമമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ആരും പറഞ്ഞ് കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോകാം. വിഷമമുണ്ടെങ്കിൽ പോകാനും പാടില്ല. ഓരോരുത്തർക്കും ഓരോ സാഹചര്യം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യലി കുറച്ചും കൂടെ ഫിനാൻസിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ. ദാറ്റ്സ് വൈ നിങ്ങൾ ജോബിനെ പ്രിഫർ ചെയ്യണത്. പിന്നെ അത് കൂടാതെ 7,000 ഖത്തർ റിയാൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിന് 1,000 ഡിഡക്റ്റ് ചെയ്താൽ തന്നെ 6,000 ഖത്തർ റിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം വരുത്താൻ ചാൻസ് ഉണ്ടെങ്കിൽ, അത് കൂടാതെ നിങ്ങൾക്ക് മാനസികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ഈ മെയ്ഡ് നല്ലൊരു മെയ്ഡാണ്, നിങ്ങളെ കുട്ടീനെ നോക്കുന്ന മെയ്ഡാണ്, നിങ്ങൾക്ക് യാതൊരു സാധനം മിസ് ചെയ്യാൻ പോകുന്നില്ല, മദർലി ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഈ ലേഡി കൊടുക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോബിന് പോകണമെങ്കിൽ യാതൊരു തെറ്റില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഈ കുട്ടീൻ്റെ കാര്യം പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളെ തന്നെ വിഷമിപ്പിക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അത് വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതും ഇല്ലാതാവും. കാരണം നിങ്ങൾക്ക് അപ്പം അവിടെ പോയിട്ട് ജോബ് നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റില്ല,
ആ ജോബ് ഒഴിവാക്കി കുട്ടീൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾ പറയും ഈ കുട്ടീൻ്റെ കാരണം എനിക്ക് ആ ജോബ് ഒഴിവാക്കുന്നത്. അപ്പോൾ രണ്ട് സ്ഥലത്ത് കുറ്റങ്ങൾ വരാൻ തുടങ്ങും. ഓക്കെ. മനസ്സിലായി? അത് വരാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഒന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് തോന്നുന്നു വാട്ട് ഈസ് ഗുഡ് ഫോർ യു. ചിലപ്പോൾ ഞാൻ വേറെ മദറിനോട് ചോദിക്കും, മദർ ചിലപ്പോൾ പറയും എനിക്ക് എൻ്റെ കുട്ടിയാണ് വലുത്, എനിക്ക് പൈസൻ്റെ ആവശ്യമുണ്ട്, പക്ഷേ എനിക്ക് എൻ്റെ കുട്ടിയെ വലുത് വെച്ചാൽ ഞാൻ പറഞ്ഞു ജോബിന് പോയിട്ട് നിങ്ങൾ കുട്ടീനെ നോക്കണം. മനസ്സിലായി? ഇവിടെ നിങ്ങൾക്ക് പോവാം, ഒരു പ്രശ്നമില്ല. ഹാപ്പി? അപ്പോൾ ഇനി കുട്ടീനെ കുറ്റം പറയരുത് കേട്ടോ. ഇല്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു.